എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാളുകളായി നമ്മളൊരു വീഡിയോ ചെയ്യാനുള്ള കണ്ടൻറ്റുകളും സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പോളണ്ടിലേക്കുള്ള വിസ ലഭ്യത കുറവായിരുന്നു. ഈ കൗൺസിലേറ്റ് സിസ്റ്റം വന്ന് ഡ്രോ സിസ്റ്റത്തിലൂടെ നമുക്ക് കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് കിട്ടി. അതിൽ കുറച്ച് വിസ കിട്ടി, കുറച്ച് റെഫ്യൂസൽസൊക്കെ ആയി. അതിനുശേഷം ഇപ്പം പരിതാപകരമായിരുന്നു. അതിനുശേഷം നമുക്കിപ്പം കുറച്ച് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് മെയ് 21, 2025 ഇന്ന് 10 ഡ്രൈവർമാർ ഇന്ന് പോളണ്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അതിൽ പലരും നമ്മളെ കൂടെ വളരെയധികം സഹകരിച്ച് രണ്ട് വർഷം നിന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. അന്നേരം നമുക്ക് സന്തോഷമുണ്ട് വിസ ലഭിച്ചതിലും. വളരെ വിസ ലഭിക്കാത്ത ഒരുപാട് ആൾക്കാരും പല ഏജൻസികളിലൊക്കെ കൊടുത്തിട്ട് അതിൽ ഏജൻസിക്കാരുടെ കുഴപ്പം കൊണ്ടോ മറ്റും കൊണ്ടൊന്നുമല്ല, ഡേറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. പിന്നെ പല വ്യാജ വാർത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഗ്രൂപ്പുകളെ ഞാൻ കുറ്റം പറയുന്നതല്ല, ഗ്രൂപ്പുകൾ നല്ലതാണ്, ഗ്രൂപ്പുകളാകുമ്പോൾ അവയർനെസ് കിട്ടും, കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ തെറ്റായ കുറേ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. എനിക്കെതിരെയൊക്കെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് പിന്നെയും ഞാൻ മറ്റൊരു സന്തോഷ വാർത്ത കൂടിയാണ്. നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ള ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉള്ള ആൾക്കാർ, കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ട്രെയിലർ ഡ്രൈവറായിട്ട് വരാൻ പറ്റും. ഏകദേശം ഒരു 3 മാസത്തിനുള്ളിൽ പോളണ്ടിൽ പോകുന്ന രീതിയിൽ നമുക്ക് അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ 2009 മുകളിലോട്ടുള്ളവരാണെങ്കിൽ കോഡ് 95ൻ്റെ 21 days ക്ലാസ്സും എക്സാമും ഉണ്ടായിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആണെന്നൊന്നുമില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനും വായിക്കാനൊക്കെ ഉള്ള ഇംഗ്ലീഷിലായിരിക്കും എക്സാം നടക്കുക. 2009 ശേഷം താഴേക്കുള്ളവരാണെങ്കിൽ, ബിലോ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു 5 days ക്ലാസ് ഉണ്ടാകത്തുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 20 days അവർക്ക് വണ്ടിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്ക് ഒരു 45 days ജോയിൻ ചെയ്യും. ബട്ട് ഡിപ്പെൻസ് ഈ കോഡ് 95 എക്സാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൽ ചിലപ്പോൾ ഫസ്റ്റ് ചാൻസിലൊക്കെ ഫെയിൽ ആവുന്ന ആൾക്കാരുണ്ട്. സെക്കൻഡ് ചാൻസിൽ കിട്ടുന്നുണ്ട്. വലിയൊരു ടാസ്ക് അല്ല അത്. അത്യാവശ്യം ട്രാഫിക് റൂൾസിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അതൊരു ടാസ്ക്കായിട്ട് കാര്യമില്ല. അത്യാവശ്യം ബേസിക്കലായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം, എന്തായാലും നമുക്ക് ബേസിക്കായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് വരുന്നത് ഇംഗ്ലീഷിലായിരിക്കും ശരിയസ്. അന്നേരം ഇംഗ്ലീഷ് അറിയാത്തവരാണെങ്കിൽ ഒന്നും ഇംഗ്ലീഷിൻ്റെ ചെറിയ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, ഇപ്പം കണക്ട് ചെയ്യുന്നുണ്ട്. അന്നേരം അതിനകത്തൊക്കെ പങ്കെടുത്തിട്ട് ചെയ്യാം. അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരാണെന്നെങ്കിൽ നിങ്ങൾ എൻ്റെ മൊബൈൽ നമ്പർ, പഴയ നമ്പർ തന്നെ, പോളണ്ട് നമ്പർ ഇടയ്ക്ക് വെച്ച് ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, അത് റെഡി ആയിട്ടുണ്ട്. കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, ഞാൻ നാട്ടിലായതുകൊണ്ട് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് വഴി ബന്ധപ്പെടാം. പിന്നെ നേരിട്ട് വരണമെന്ന് സംസാരിക്കാൻ താല്പര്യമുള്ളവർ നേരിട്ട് വരാം. ഓക്കെ. അതുപോലെ തന്നെ മറ്റേ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, നമ്മുടെ പെർമിറ്റ്സിന് വേറെ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുത്ത് വരുന്ന ഫയൽസുകളുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പേയ്മെൻറ്റുകൾ അവർക്ക് കൊടുക്കുന്ന കേസുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് തന്നെ അത് ക്ലിയർ ചെയ്യണം. അന്നേരം നിങ്ങൾ എത്ര കൊടുത്തു എന്നോ അവർക്ക് കൊടുത്തു എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മളായിട്ട് ഡയറക്റ്റ് വരുന്ന കേസൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ദയവായിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിക്കരുത്, എനിക്കറിയാൻ പറ്റത്തില്ല. നമ്മളായിട്ട് മേടിക്കുന്ന ഫണ്ട്സ് ഉണ്ടെങ്കിലും ക്യാൻസലേഷൻ ചെയ്യുമ്പോൾ തന്നെ ക്യാൻസലേഷൻ റീഫണ്ട്സ് കഴിഞ്ഞുള്ള എമൗണ്ട് കിട്ടും. നോർമലി പെർമിറ്റ് വരാത്ത കുറച്ച് കേസുകളുണ്ടെങ്കിൽ അത് ആ രീതിയിലുള്ള റീഫണ്ട് ആവും. അതായത് നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന കേസുകളാണെങ്കിൽ, നിങ്ങൾ പേയ്മെൻറ്റ്സ് അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ദയവായിട്ട് ബന്ധപ്പെട്ട് അത് ക്ലിയർ ചെയ്യാൻ നോക്കുക. പരമാവധി പേയ്മെൻറ്റുകൾ നിങ്ങൾ കൊടുക്കുന്ന പേയ്മെൻറ്റ്സുകൾ. അന്നേരം അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്തു പറയുന്നത്. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ വെറുതെ ആൾക്കാരായിട്ട് വെറുതെ മുഷിയേണ്ട അവസ്ഥയാണ്. അന്നേരം നമ്മളായിട്ട് മേടിക്കുന്ന പേയ്മെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് പൂർണ്ണ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ പെർമിറ്റിന് പേയ്മെൻറ്റ്സ് മേടിക്കുന്നതെങ്കിൽ, പെർമിറ്റ് കിട്ടാത്ത കേസാണെങ്കിൽ നമ്മളത് റീഫണ്ട് ചെയ്തേ പറ്റും. അന്നേരം നമ്മളല്ലാത്ത കേസുകളിൽ വന്നിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് പെർമിറ്റ് വന്നു കഴിഞ്ഞാൽ കേസുകളിൽ ക്യാൻസലേഷൻ എമൗണ്ട് പോകും. പലരും പറയുന്നുണ്ട് ഇത് വെറുതെ കിട്ടുന്ന സാധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അങ്ങനെ കിട്ടാറില്ല. അതിന് പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പൊതുവേ നമ്മൾ ഈ സൗഹൃദവും സുഹൃത്ത് ബന്ധമൊക്കെ വെച്ചിട്ട് നമ്മൾ എഗ്രിമെൻറ്റ്സുകളൊന്നും ചെയ്യാതെയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഉള്ള ബോണ്ട് എഗ്രിമെൻറ്റ്സ് ഉണ്ടാവും. അന്നേരം അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വലിയ ഹ്യൂജ് എമൗണ്ട്സൊക്കെ പെർമിറ്റ്സിനായിട്ടോ ബാക്കി കാര്യങ്ങളായിട്ടോ ഒരു വിധത്തിലും കൊടുക്കാതിരിക്കുക. അത്രയും ഇത് GCC എന്നുള്ള കേസിൽ, GCCയിൽ ഒരുപാട് ഏജൻസികളിലൊക്കെ 2.5-3 ലക്ഷം രൂപയൊക്കെ പെർമിറ്റിന് കൊടുത്ത കേസുകൾ, ഒരുപാട് കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പെർമിറ്റ് മാത്രം കൊടുത്തിട്ട് 3 ലക്ഷം രൂപ. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും വലിയൊരു എമൗണ്ടുകൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിപ്പം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ അറിയാവുന്നതാണ്. അന്നേരം അത് രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക.
നമ്മൾ കാര്യങ്ങൾ സുതാര്യമായിട്ടാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാകും. നമുക്ക് ഓൾറെഡി രജിസ്ട്രേഷൻ ഉണ്ട്, നമുക്ക് ഓഫീസുണ്ട്, എല്ലാ കാര്യങ്ങളും ഉള്ളതാണ്. നമ്മളന്നേരം എല്ലാം വളരെ ഭംഗിയായിട്ടാണ്. അന്നേരം നിങ്ങൾ എല്ലാവരും പ്രത്യേകം ഇപ്പോൾ എൻ്റെ അടുത്ത് നല്ല നിങ്ങൾ എവിടെ കൊടുത്താലും പോളണ്ട് ആയാലും പിന്നെ കുറേ നിയമങ്ങളൊക്കെ മാറുന്നുള്ള വ്യാജ വാർത്തകൾ. അതുകൊണ്ട് ദയവായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്താൽ പോലും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഈ ചാനലുകളും യൂട്യൂബ് ചാനലുകളിലൂടെ കണ്ടിട്ട് എല്ലാം നിങ്ങൾ ഉറപ്പില്ല. അതായത് പോളണ്ടിൽ നിന്ന് ആരെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതെല്ലാം കറക്റ്റാണെന്നുള്ള ഒന്നും കറക്റ്റാണെന്നൊന്നുമില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. കാരണം നിങ്ങൾ വരാൻ താല്പര്യമുള്ള ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ ജനറൽ വർക്കുണ്ട്. ജനറൽ വർക്ക് നമ്മൾ നെക്സ്റ്റ് മന്തിലേക്ക് പ്ലാൻ ചെയ്യാനുള്ള നോക്കുന്നുണ്ട്. നെക്സ്റ്റ് വർക്ക് വേക്കൻസികൾ ഒരുപാടുണ്ട്. പക്ഷേ വിസ ലഭ്യത കുറവായതുകൊണ്ടാണ് അത് നിൽക്കുന്നത്. എന്നാലും അതും പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. അന്നേരം താല്പര്യമുള്ള ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് എമർജൻസി ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുക, ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക, വിളിക്കുക, എന്തെങ്കിലും ചെയ്യാം. വേഗം പോകുന്ന രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ നീക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഇന്ന് പോകുന്ന 10 ഡ്രൈവർമാരുണ്ട്. അന്നേരം അവരുടെ യാത്രാവിശേഷങ്ങൾ കൂടെ ഞാൻ ഇതിന് കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ആ വീഡിയോയും കൂടെ, പിന്നെ അവരുടെ പ്രോസസ്സിൻ്റെ രീതി, അവർ എത്ര നാൾ നിന്നു, അവരുടെ തന്നെയുള്ള വീഡിയോ നമുക്ക് എടുക്കാം. നമുക്കിനിയിപ്പം അവരുടെ വിശേഷങ്ങൾ കാണാം. ഇത് നമ്മുടെ 21 പോകുന്ന ബാച്ചാണ്. ഇതിനകത്ത് ഒരാൾ കുറവുണ്ട്. അന്നേരം ബാക്കിയുള്ളവരെല്ലാം ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. ഷിജു സുദേവൻ. എൻ്റെ പേര് അബിൻ തമ്പി. എൻ്റെ പേര് ബിജുരാജ് കുമാർ. എൻ്റെ പേര് സജീവ് കുമാർ. രാജീവ്. എൻ്റെ പേര് കുട്ടു. എല്ലാവരുടെയും കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് സമയക്കുറവാണ്, സമയം ഒരുപാട് ലേറ്റായി. ഒരാൾ വരാനുണ്ട്. അന്നേരം അത് കാരണം നമ്മൾ ഇനി അധികം വൈകില്ല, ഇവർക്ക് കയറാനുള്ള സമയമായി. അന്നേരം ബാക്കി വീഡിയോകളൊക്കെ ഞാൻ ബാക്കി പുറമെ അറിയിക്കാം. അന്നേരം ഓക്കെ.